ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഔട്ടിംഗ് ആയിപ്പോയി. നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സെൻട്രൽ സ്ക്വയറിൽ പോകാമെന്ന്. എനിക്കൊന്ന് ഓഫീസിൽ പോകണമായിരുന്നു, അപ്പോൾ അത് ഉച്ച കഴിഞ്ഞിട്ട് പോകാമെന്നാണ് കരുതിയത്. അപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങി, രാവിലെ അല്ല ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ സെൻട്രൽ സ്ക്വയറിൽ പോയി. അവിടുന്ന് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് കഴിച്ചായിരുന്നു. അപ്പോൾ അലോറയ്ക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ് തന്നെ വേണമെന്ന് വാശി പിടിച്ച് എടുത്ത് എന്നിട്ട് അവളത് തന്നെ ആ ട്രെയിൽ നിന്ന് എടുത്ത് കഴിച്ചായിരുന്നു. ഇത് ചേച്ചിയുടെ കുട്ടിയാണ് ജൂവൽ. അപ്പോൾ ഞങ്ങൾ 3 കൂടിയാണ് പോയത്. അലോറ അപ്പം ഇന്ന് ആദ്യമായിട്ട് ബസ്സിലൊക്കെ കയറി, അവൾക്ക് ഇഷ്ടപ്പെട്ട് ബസ്സിലൊക്കെ കയറിയിട്ട്. നമ്മളത് നേരത്തെ സെൻട്രൽ സ്ക്വയർ ഇങ്ങനെ ഇരുന്നില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇതാക്കിയിട്ട് വന്നേക്കണത്. അപ്പോൾ നല്ല രസമുണ്ട്, ഓപ്പണായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന സ്പേസൊക്കെ ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മളവിടുന്ന് കുറച്ച് നേരമൊക്കെ കളിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി, താഴത്തോട്ട് പോയി. അപ്പോൾ അവൾക്ക് കാറ് കണ്ടപ്പോൾ കാറ് ഓടിക്കണമെന്നും പറഞ്ഞ്, അപ്പോൾ പിള്ളേരുടെ ആഗ്രഹമല്ലേ നേരിട്ട് അത് സാധിച്ചു കൊടുത്ത്. അങ്ങനെ 2 റൗണ്ട് കാറിലിരുത്തി ഓടിച്ച്. അപ്പോൾ അവളും ഹാപ്പിയായി. അങ്ങനെ കാറൊക്കെ ഓടിച്ച് ഞങ്ങൾ പതിയെ നടന്ന് അങ്ങനെ അടുത്ത് തന്നെയാണ് ഓഫീസ്. അപ്പോൾ അനിക്സ് എഡ്യൂക്കേഷനിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. 2022 വരെ ഞാൻ വർക്ക് ചെയ്തായിരുന്നു. പിന്നെ ഡെലിവറിയൊക്കെ ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കയറാൻ നേരത്ത് ഓഫീസിലെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുമിച്ച് അങ്ങനെ കയറി അനിക്സ് എഡ്യൂക്കേഷൻ. അങ്ങനെ പൊക്കത്തോട്ട് കയറി പത്മ തിയേറ്ററിൻ്റെ അടുത്തായിട്ടാണ്, അബ്രോഡ് സ്റ്റഡീസിൻ്റെയാണ്. അങ്ങനെ ഞങ്ങൾ കയറി എല്ലാവരോടും സംസാരിച്ചപ്പോൾ അലോറക്ക് വാശിയായി. എന്നുവെച്ചാൽ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും കയറിയിരിക്കണേ നമുക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ അതെല്ലാ പിള്ളേർക്കും അങ്ങനെ തന്നെയാണ്. പുറത്തൊക്കെ നടന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ചയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കൂടുതലും പിള്ളേർക്ക് ഇഷ്ടം. അപ്പോൾ ഒരു കണക്കിന് പിടിച്ചിരുത്തിയ ആളെ. പിന്നെ ഞാൻ അവരെല്ലാവരുമായിട്ട് സംസാരിച്ച് വളരെ സപ്പോർട്ടീവായിട്ടുള്ള, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഓഫീസും കൂടിയാണിത്. അപ്പോൾ അവിടെ നിന്ന് ലീവായിട്ടാണ് പോകുന്നത്. പക്ഷെ അതെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. തിരിച്ചെനിക്ക് എപ്പോൾ കയറാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ചും കൂടി ഒന്നെങ്കിൽ ഡേ കെയറിലൊക്കെ വിട്ടിട്ട് പോകണം. അപ്പം അങ്ങനെ കുറച്ച് നേരം ഞാൻ ആ ക്യാബിനിലാണ് ഇരിക്കണത്. അവിടെ നടുക്കായിട്ട് ഞാൻ ഇരിക്കും, അതെൻ്റെ സീറ്റായിരുന്നു. എനിക്കവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര വിഷമമായിരുന്നു. പഴയ ഓർമ്മകളൊക്കെ വന്ന് സെലിബ്രേഷനും അല്ലെങ്കിൽ എപ്പോഴും ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോലും നമുക്ക് വർക്കും അതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളവിടെ എൻജോയ്മെൻറ്റും ഉണ്ട്. നമുക്ക് എല്ലാവരും കൂടി നല്ലൊരു ഒത്തൊരുമയായിട്ടുള്ളൊരു ഓഫീസായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരുമായിട്ട് സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞ് ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്, അതവിടെ പതിവാണ് നമ്മൾ എന്തുണ്ടായാലും ഒരുമിച്ച് ഫോട്ടോ എടുത്തിട്ട്. പിന്നെ മാമിനോടും പറഞ്ഞ് ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഷീന മാം, നിമ്മി, ലക്ഷ്മി, ശ്രുതി ചേച്ചി, പിന്നെ പുതിയ കുട്ടി രോഹിണി, പിന്നെ ആൽബർട്ട്, കുറേ പേരുണ്ട്. ശാലിനി ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നവർ ഉണ്ടായില്ല. അപ്പോൾ ഇതായിരുന്നിട്ട് ഇന്നത്തെ ഒരു വീഡിയോ.